നമ്മൾ സൂപ്പർ ബൈക്സുകളുടെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനൊരു സൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വെൽക്കം ടു ഡേ 6 ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ മോട്ടോർ സൈക്കിൾ. എന്താണ് റവ് മാച്ചിങ്? നമ്മൾ നേരത്തെ കേട്ട ശബ്ദം ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെയാണ്. ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡിനെയാണ് റവ് മാച്ചിങ് എന്ന് പറയുന്നത്. റവ് മാച്ചിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. റവ് മാച്ചിങ് ചെയ്യാൻ പ്രധാനമായിട്ടും 4 സ്റ്റെപ്പ് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് പുൾ ദ ക്ലച്ച് പുള്ള് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലിപ്പ് ദ ത്രോട്ടിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് റിലീസ് ചെയ്യുക. ക്ലച്ച് പുള്ളി ചെയ്തതിന് ശേഷം 2-3 സ്റ്റെപ്പ് ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുന്നതും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതും ഒരേ ടൈമിലായിരിക്കണം. എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുക. ഇത്രയും സിമ്പിൾ ആയിട്ടൊരു ടെക്നിക്കാണ്. പറയുമ്പോൾ ഇത്ര സിമ്പിൾ ആണെങ്കിലും ഇത് പ്രാക്ടിക്കലി കുറച്ച് ടഫാണ് ചെയ്യാൻ. കാരണം പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഗിയർ ബോക്സിന് ഡാമേജ് ആക്കാം. ഇത് കൂടുതലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹൈ റബ്ബിംഗ് മോട്ടോഴ്സിലായിട്ട്. പിന്നെ റോയൽ എൻഫീൽഡ് പോലത്തെ വണ്ടികളിൽ മാക്സിമം ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ചെയ്യാൻ പറ്റും, പക്ഷേ ഇച്ചിരി ടഫ് ആയിരിക്കും. ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. നമ്മൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ എന്തുവാണ് സംഭവിക്കുന്നത്? ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എഞ്ചിൻ RPM കൂടിക്കൊണ്ടിരിക്കും. അത് ഒരിക്കലും വണ്ടിക്ക് നല്ലതല്ല. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മളെ റവ് മാച്ചിങ് ഹെൽപ്പ് ചെയ്യും. പ്രോപ്പർ ആയിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ് ഈ റവ് മാച്ചിങ്. അപ്പം റവ് മാച്ചിങ് എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ഗൈസ്. റൈഡ് സേഫ്.